ഗവൺമെൻറ് ITI മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാകുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഞാൻ ബിനി, ഗവൺമെൻറ് ITI മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിലെ ഒരു ഇൻസ്ട്രക്ടറാണ്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിൽ പഠിക്കാനുള്ള ജാവാസ്ക്രിപ്റ്റിലെ ഒബ്ജക്ട്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് എന്ന ഭാഗമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റ് എന്താണ്, ഡിഫൈൻ ഒബ്ജക്റ്റ്, എക്സ്പ്ലെയിൻ ഒബ്ജക്റ്റ് ആൻഡ് ഊപ്പ് കൺസെപ്റ്റ് ആൻഡ് ദ ടെർമിനോളജീസ് റിലേറ്റഡ് ടു ഒബ്ജക്ട്സ്. ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ടേംസ് എന്നെല്ലാമാണ്. ഒരു ഒബ്ജക്റ്റിലെ ഊപ്പ് കൺസെപ്റ്റിലെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ്, ഇത്തരം ഭാഗങ്ങളാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റ് എന്ന വാക്ക് ഒരു റിയൽ ലൈഫിലെ ഒബ്ജക്റ്റ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഒരു കാർ ഒരു ഒബ്ജക്റ്റാണ്. അപ്പം അതിന് ഒരു കാറിൻ്റെ നെയ്യും മോഡൽ അങ്ങനെയൊക്കെ പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഒരു കാർ സ്റ്റാർട്ട് ചെയ്യുക, ഡ്രൈവ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുക, അതൊക്കെ അതിൻ്റെ മെത്തേഡ്സ്. Real life objects, properties and methods. In real life, a car is an object. Example, നമ്മൾ കാർ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. A car has properties like weight, color, model, name, etc. Some methods. അതിൻ്റെ മെത്തേഡ്സ് ലൈക്ക് സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഡ്രൈവ്, ബ്രേക്ക്, അതെല്ലാം മെത്തേഡ്സ് എന്ന് പറയും. ഒരു ഒബ്ജക്റ്റ് എന്താണ്, പ്രോപ്പർട്ടി എന്താണ്, മെത്തേഡ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ഒരു കാർ ഒരു ഒബ്ജക്റ്റ്, അങ്ങനെ പല കാറുകളുണ്ടാവും. പല മാരുതിയുടെ ഒരു കാറുണ്ട്, അങ്ങനെ പല പല കാറുകൾ. ഓരോ കാറും ഓരോ ഒബ്ജക്റ്റാണ്. ഓൾ കാർസ് ഹാവ് ദ സെയിം പ്രോപ്പർട്ടീസ് ബട്ട് ദ പ്രോപ്പർട്ടീസ് വാല്യൂ ഡിഫർ ഫ്രം കാർ ടു കാർ. ഓരോ കാറിനും നെയിം ഉണ്ടാവും, മോഡൽ ഉണ്ടാവും. ഓരോ കാറിനും അത് വ്യത്യാസമായിരിക്കും. അതുപോലെ തന്നെ ഓൾ കാർസ് ഹാവ് ദ സെയിം മെത്തേഡ്സ് ബട്ട് ദ മെത്തേഡ്സ് ആർ പെർഫോംഡ് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. എല്ലാ കാറും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, എല്ലാ കാറിനും സ്റ്റോപ്പൊക്കെ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഇതെല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഓരോന്നും ചെയ്ത് എത്ര പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു കാർ, അതൊക്കെ ഓരോ ഒബ്ജക്റ്റിനും ഓരോ കാറിനും വ്യത്യാസമായിരിക്കും. ഇനി ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് എന്താണെന്ന് നോക്കാം. റിയൽ ലൈഫ് ഒബ്ജക്റ്റ് എന്താണോ ഒന്ന് മനസ്സിലായല്ലോ. അടുത്തായി ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്. ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്ട്സ് ആർ റിട്ടേൺ വിത്ത് കേളി ബ്രേസസ്. ഒരു ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് നമ്മൾ ഒരു കേളി ബ്രേസസിലാണ് എഴുതുന്നത്. ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് ആർ റിട്ടേൺ വിത്ത് നെയിം, വാല്യൂ, പെയർ. ഒരു പെയറായിട്ട് അങ്ങനെ എഴുതാം. ഇപ്പം നമ്മളുടെ കാർ എന്നുള്ളതിലത്തെ ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി ചെയ്യുന്നത് എന്തായിരുന്നു? അതിൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പോൾ കളർ എന്ന് പറയുന്ന നെയിം കൊടുക്കുക. അതിൻ്റെ വാല്യൂ റെഡ് ആയിരുന്നെങ്കിൽ റെഡ് എന്ന് കൊടുക്കുക. അതിനിടയിൽ ഒരു കോളം കൊടുക്കുക. പിന്നെ അടുത്ത പ്രോപ്പർട്ടി കോമിറ്റ് എഴുതാം. ഒരു എക്സാമ്പിളായിട്ട് ഒരു പേഴ്സൺ നെയിം ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ പേഴ്സൺ നെയിം എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ കേളി ബ്രാക്കറ്റിൽ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി, അതിൻ്റെ വാല്യൂ ഹരിണി കൊടുത്തു, ലാസ്റ്റ് നെയിം കുമാർ, വാല്യൂ കോഡ്സിൽ കൊടുത്തു, ഏജ് 13, ഹൈറ്റ്, ഇതെല്ലാം കോഡ്സിൽ കൊടുക്കുന്നു. ദി ഒബ്ജക്റ്റ്, ഇവിടെ പേഴ്സൺ നെയിം എന്ന് പറയുന്നതാണ് ഒരു ഒബ്ജക്റ്റ്. അതിന് 4 പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ഹൈറ്റ്, അതെല്ലാം അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ദ വാല്യൂസ് ആർ റിട്ടേൺ ആസ് നെയിം, ഫുൾ കോളൻ, വാല്യൂ. ആ ഒരു മോഡലിലാണ് എഴുതുക, പേരായിട്ട് കോമിറ്റ്. നെയിം ആൻഡ് വാല്യൂ ആർ സെപ്പറേറ്റഡ് ബൈ കോളൻ. Introduction to object-oriented JavaScript. JavaScript is object-oriented to its core with powerful, flexible OOP capabilities. OOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നതിൻ്റെ ഷോർട്ടാണ് OOP എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ജാവാസ്ക്രിപ്റ്റ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. Object oriented programming is a programming paradigm that uses abstraction to create model based on the real world. ഒരു റിയൽ വേൾഡിലെ ഒബ്ജക്റ്റ് നമ്മൾ കാർ വെച്ച് എക്സാമ്പിൾ പറഞ്ഞില്ലേ, അതേപോലെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു
എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും സാലറി കാൽക്കുലേറ്റ്, അപ്പോൾ എംപ്ലോയി ഒരു റിയൽ വേൾഡ് ഒരു ഒബ്ജക്റ്റായി എടുത്തുകൊണ്ട് നമ്മളത് പ്രോഗ്രാം ചെയ്യുന്നു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട്. It uses several techniques from the previously established paradigms, including modularity, polymorphism, encapsulation. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റിന് മുന്നുണ്ടായിരുന്ന കൺസെപ്റ്റുകളിലുണ്ടായിരുന്ന പോലെ തന്നെ ഉണ്ടായിരുന്ന പോളിമോർഫിസവും എൻക്യാപ്സുലേഷൻ, മോഡുലാരിറ്റി, ഇതെല്ലാം നമ്മൾ ഈ ഇതിലും യൂസ് ചെയ്യുന്നുണ്ട് മുന്നുണ്ടായിരുന്നത്. ഈ പോളിമോർഫിസം, എൻക്യാപ്സുലേഷനൊക്കെ നമ്മൾ എന്താ വേർഡ്സ് നമുക്ക് തുടർന്ന് പഠിക്കാം. Today, many popular programming languages such as Java, JavaScript, C#, C++, Python, PHP, Ruby, and Objective-C support object-oriented programming. ഇപ്പോഴത്തെ ഈ ലാംഗ്വേജുകളെല്ലാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ സി എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് സി അല്ല, പ്യുവർ സി. നമുക്ക് സി എന്ന് പറഞ്ഞ ലാംഗ്വേജ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സപ്പോർട്ട് ചെയ്യണില്ല. അതിൽ പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജാവ, ജാവാസ്ക്രിപ്റ്റ്, C#, C++, Python, PHP, Ruby, and Objective-C. Object-oriented programming may be seen as the design of software using a collection of cooperative objects, as opposed to a traditional view in which programs may be seen as a collection of functions or simply as a list of instructions to the computer. ട്രഡീഷണൽ വ്യൂവിൽ, അതായത് കുറച്ച് വർഷം മുന്നേ ഉണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു? ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാണ്, ഇപ്പം കുറേ നമ്പേഴ്സ് വന്നിട്ട് അതിൽ ലാർജസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പം അതിൽ നമ്മളെപ്പോഴും ഇങ്ങനെ ലാർജസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫങ്ഷൻ അത് എങ്ങനെ ചെയ്യും, എങ്ങനെ ലാർജസ്റ്റ് കണ്ടുപിടിക്കും? അപ്പോൾ ആദ്യത്തെ നമ്പർ ലാർജസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു, അടുത്ത നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും, അപ്പോൾ അതാണ് വലുതെന്ന് തോന്നിക്കഴിഞ്ഞോ, അതിലും വലുതാണ്. അപ്പോൾ അവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്ത് ഇഫ് കണ്ടീഷൻ വെച്ച് ആ പ്രോസസ്സിനാണ് നമ്മൾ കൂടുതലും പ്രാധാന്യം കൊടുക്കണം. ആ ഫങ്ഷൻ അത് എങ്ങനെ ചെയ്യും, ആ ഇൻസ്ട്രക്ഷൻ ഫങ്ഷനാണ് കൂടുതലും പ്രാധാന്യം കൊടുക്കുക, ഡയറക്റ്റിക്കല്ല നമ്മൾക്ക്. അത് കഴിഞ്ഞ് നമ്മൾ ലാർജസ്റ്റ് കണ്ടുപിടിക്കാനോ അതല്ലെങ്കിൽ സോർട്ടിങ് എന്ന ഒരു പ്രോസസ്സ്, സോർട്ട് ചെയ്യാനൊരു ഫങ്ഷൻ നമ്മൾ എഴുതുന്നു. ആ ഫങ്ഷനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിലെ സ്റ്റെപ്സും ഇൻസ്ട്രക്ഷൻസും കൊടുത്ത് അതിലേക്ക് ആവശ്യമുള്ള ഡാറ്റ നമ്മൾ പിന്നെ പാസ് ചെയ്യും, ഏതിനെയാണോ സോർട്ട് ചെയ്യേണ്ടത്. അങ്ങനെയായിരുന്നു ട്രഡീഷണലായിട്ട്. അതായത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മുമ്പ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ടൈപ്പ് ലാംഗ്വേജുകൾ, സി, പാസ്കൽ, ഫോർട്രാനൊക്കെ പോലുള്ള ലാംഗ്വേജുകൾ നമ്മൾ കൂടുതൽ ഫങ്ഷൻസിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ കൂടുതലും നമ്മൾ ഡാറ്റയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മളുടെ അടുത്ത് നമുക്ക് എന്താണോ നമ്മളുടെ ഡാറ്റ, ഒരു സ്റ്റുഡൻസിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റമാണ് ചെയ്യണമെങ്കിൽ അവരുടെ മാർക്ക് ഡീറ്റെയിൽസ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫങ്ഷൻസ് ഡിസൈൻ ചെയ്യുക. അങ്ങനെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ വരുന്നത്. ആ ട്രഡീഷണൽ വ്യൂവിൽ നിന്ന് മാറ്റം വന്നിട്ട്. ഇൻ ഈച്ച് ഒബ്ജക്റ്റ് ഈസ് കേപ്പബിൾ ഓഫ് റിസീവിംഗ് മെസ്സേജസ്, പ്രോസസ്സിംഗ് ഡാറ്റ ആൻഡ് സെൻഡിങ് മെസ്സേജസ് ടു അതർ ഒബ്ജക്റ്റ്. ഓരോ ഒബ്ജക്റ്റിൻ്റെ കൂടെ ആയിരിക്കും അതിൻ്റെ ഡാറ്റ ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ രണ്ട് കുട്ടികളുടെ മാർക്കും ഓരോ ഒബ്ജക്റ്റിൻ്റെ കൂടെ, ഒരു കുട്ടി ഓരോ ഒബ്ജക്റ്റ്, സ്റ്റുഡൻറ്റ് 1 സ്റ്റുഡൻറ്റ് 2 രണ്ട് ഒബ്ജക്റ്റ്, അവരെ മാർക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ അവരെ മാർക്ക് ഓരോ ഒബ്ജക്റ്റിൻ്റെ അടുത്തായിരിക്കും ഉണ്ടാകുന്നത്. അത് ഇങ്ങോട്ട് പാസ് ചെയ്യാനും കമ്പയർ ചെയ്യാൻ, പ്രോസസ്സിംഗ് ഡാറ്റ അപ്പോൾ നമ്മൾ മാർക്ക്, ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണം, അതിനാവശ്യമുള്ള ഫങ്ഷൻസ് അതെല്ലാം ഓരോ ഒബ്ജക്റ്റിൻ്റെയും കൂടെ ആയിരിക്കും ഡാറ്റ ഉണ്ടായിരിക്കുക. അത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഇൻറ്റൻഡഡ് ടു പ്രൊമോട്ട് greater flexibility and maintainability in programming and is widely popular in large-scale software engineering. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിൽ ഇപ്പം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനാണ് കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. കാരണം ഈ പ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും ചേഞ്ചസ്, മെയിൻ്റെനൻസ് നടത്തണം, എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനും പെട്ടെന്ന് ഈ പ്രോഗ്രാമിനെ വേറെ ഇതേ മോഡലിലുള്ള വേറെ പ്രോഗ്രാമിലേക്ക് ആക്കി മാറ്റാനും ഒക്കെയുള്ള ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലാണ്. ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ സാധാരണ യൂസ് ചെയ്യുന്ന കുറച്ച് ടെർമിനോളജീസ് നോക്കാറുണ്ട്. നെയിം സ്പേസ് എന്ന് പറഞ്ഞാൽ എ കണ്ടെയ്നർ വിച്ച് അലൗസ് ഡെവലപ്പേഴ്സ് ടു ബണ്ടിൽ ഓൾ ഫങ്ഷണാലിറ്റി അണ്ടർ എ യൂണിക് ആപ്ലിക്കേഷൻ സ്പെസിഫിക് നെയിം. നമ്മൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കി അതിനനുസരിച്ച് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഒരു ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസിൻ്റെ ആണെങ്കിൽ അതിനനുസരിച്ച് പേര് കൊടുത്ത് ഒരു കണ്ടെയ്നർ പോലെ അതിനകത്ത് ആവശ്യമുള്ള എല്ലാ ഫങ്ഷൻസും
ഡാറ്റ എല്ലാം ഒന്നിച്ച് ചേർക്കുന്ന ഒരു ഇതിനെയാണ് നെയിം സ്പേസിംഗ് എന്ന് പറയുന്നത്. Classes. Class defines the characteristics of the object. It is a template definition of variables and methods of an object. ഒരു ഒബ്ജക്റ്റ് ഇപ്പോൾ കാർ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണ്. ഓരോ കാറിൻ്റെയും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ മെത്തേഡ്സ്, അതിനെല്ലാം നമ്മളൊരു മോഡൽ ഉണ്ടാക്കിയിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ക്ലാസ്. അപ്പോൾ കാർ എന്നുള്ള ക്ലാസ്സിൽ ഓരോ ഒബ്ജക്റ്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. ആ ക്ലാസ്സിലത്തെ ഓരോ, ഇപ്പം ഒരു എംപ്ലോയി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലത്തെ ഓരോ എംപ്ലോയിയാണ് എംപ്ലോയി 1, എംപ്ലോയി 2. ഓരോ എംപ്ലോയിക്ക് ഓരോ ഇൻസ്റ്റൻറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ഒരു കാർ എന്ന് പറയുന്ന ക്ലാസ്സിലത്തെ ഓരോ മോഡൽ കാറുകളും ഓരോ ഇൻസ്റ്റൻസ് ആണ്. ഒബ്ജക്റ്റിന് ഇൻസ്റ്റൻസ് ആണ്, ആൻ ഇൻസ്റ്റൻസ് ഓഫ് എ ക്ലാസ്. പ്രോപ്പർട്ടി നോക്കി നേരത്തെ ക്ലാസ്സിൻ്റെ ഇതിൽ പ്രോപ്പർട്ടി, ഒരു കാർ എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പർട്ടി എന്തൊക്കെയായിരുന്നു? കാറിൻ്റെ കളറ്, മോഡൽ നമ്പർ, പിന്നെ എന്തൊക്കെയായിരുന്നു? നെയിം, ഇതൊക്കെയാണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്. മെത്തേഡ്സ് ആൻഡ് ഒബ്ജക്റ്റ് കേപ്പബിലിറ്റി സച്ച് ആസ് വാക്ക്, സബ്റൂട്ടീൻ ഓർ ഫംഗ്ഷൻ അസോസിയേറ്റഡ് വിത്ത് ദ ക്ലാസ്. ഒരു ഒബ്ജക്റ്റിൻ്റെ കേപ്പബിലിറ്റീസ്, കാറിൻ്റെ കേപ്പബിലിറ്റി എന്താ? കാറ് ഡ്രൈവ് ചെയ്യാൻ പറ്റും, ബ്രേക്ക് ചെയ്യാൻ പറ്റും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, അതെല്ലാം. അതുപോലെ ഒരു എംപ്ലോയിയുടെ, അതുപോലെ അതിൽ ആവശ്യമുള്ള ഫങ്ഷൻസ്. ഒരു എംപ്ലോയി എന്നുള്ളതാണെങ്കിൽ എംപ്ലോയിയുടെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനൊരു ഫംഗ്ഷൻ, അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസ്, അതെല്ലാം സബ് റൂട്ടീൻ ഒരു ഫംഗ്ഷൻ ആക്കിയത്. ഫംഗ്ഷൻ അല്ലെങ്കിൽ സബ് റൂട്ടീൻ എന്ന് പറയും, രണ്ടും ഒരേ തന്നെയാണ്. ഇതിനെയാണ് നമ്മൾ മെത്തേഡ്സ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ടർ, എ മെത്തേഡ് കോൾ അറ്റ് ദ മൂമെന്റ് ഓഫ് ഇൻസ്റ്റന്റേഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം, അതിനെയാണ് ഇൻസ്റ്റന്റേഷൻ എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണത്, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഫംഗ്ഷൻ വർക്ക് ചെയ്യുക, അതിനാണ് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു മെത്തേഡ് കോൾ ചെയ്യും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മൾ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു കാറ് സ്റ്റാർട്ട് ചെയ്യണം, കാർ 1 ഡോട്ട് സ്റ്റാർട്ട് എന്ന് പറയണം. ആ ഒബ്ജക്റ്റ് കോൾ ഫംഗ്ഷൻ മെത്തേഡിനെ കോൾ ചെയ്യണം, അപ്പോഴത് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ കൺസ്ട്രക്ടർ അങ്ങനെയല്ല, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് കോൾ ചെയ്യും, അതാണ് കൺസ്ട്രക്ടർ. ഇറ്റ് യൂഷ്വലി ഹാവ് ദ സെയിം നെയിം ആസ് ദി ക്ലാസ് കണ്ടെയ്നിങ്. ക്ലാസിൻ്റെ സെയിം നെയിമിലായിരിക്കണം കൺസ്ട്രക്ടറിന് പേര് കൊടുക്കാം. മെത്തേഡുകൾക്ക് നമുക്ക് ഓരോ ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. ഒരു ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണെങ്കിൽ കാൽക്കുലേറ്റ് സാലറി, ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റ് മാർക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഫംഗ്ഷൻസ് നെയിം കൊടുക്കാം. പക്ഷേ കൺസ്ട്രക്ടറിന് പേര് കൊടുക്കുമ്പോൾ ക്ലാസിൻ്റെ സെയിം നെയിം ആയിരിക്കണം. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാസ്സിലുള്ള പ്രത്യേക ക്യാരക്ടറിസ്റ്റിക്സുകളെല്ലാം അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റും, ഡിറൈവ് ചെയ്ത്. അതായത് ഇപ്പം ഒരു പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ആ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പേഴ്സൻ്റെ നെയിം, ഏജ്, അയാളുടെ ഹൈറ്റ്, അത്തരം ഡീറ്റെയിൽസ് ഉണ്ട്. ഇനി നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേ പ്രോഗ്രാമിൽ തന്നെ നമുക്കൊരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം, എംപ്ലോയി എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സ്റ്റുഡൻ്റ് ആയാലും എംപ്ലോയി ആയാലും അവരും ഓരോ പേഴ്സൺ തന്നെയാണ്. അവർക്കും ഒരു പേഴ്സണുള്ള എല്ലാ ക്യാരക്ടറിസ്റ്റിക്സ് അവർക്കും ഉണ്ടായിരിക്കും, പ്രോപ്പർട്ടീസും. അതായത് അവർക്കും നെയിമും ഏജും ആ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തേണ്ട. നമുക്ക് എംപ്ലോയി എന്ന ക്ലാസ്സിനെ പേഴ്സൺ എന്ന ക്ലാസ്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അപ്പോൾ പേഴ്സൺ എന്ന ക്ലാസ്സിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അതിലെ മെത്തേഡ്സും അതെല്ലാം നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എൻക്യാപ്സുലേഷൻ. എൻക്യാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രോഗ്രാമിൽ ആവശ്യമുള്ള ഡാറ്റയും അതുമായി ബന്ധപ്പെട്ടുള്ള മെത്തേഡ്സും എല്ലാം ഒന്നിച്ച് ചേർത്ത് ഒരു ഇതാക്കി ബണ്ടിൽ ചെയ്ത് വയ്ക്കുന്ന മെത്തേഡിനെയാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അത് അബ്സ്ട്രാക്ഷൻ. അബ്സ്ട്രാക്ഷൻ മീൻസ് ഡിസ്പ്ലേയിങ് ഓൺലി എസെൻഷ്യൽ ഇൻഫർമേഷൻ, ഹൈഡിങ് ദി ഡീറ്റെയിൽസ്. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻ മാത്രം എടുക്കുക, ബാക്കി ഹൈഡ് ചെയ്ത് വയ്ക്കുന്ന പ്രോസസ്സിനെയാണ് abstraction. Data abstraction refers to providing only essential information about the data to the outside world and hiding background details of implementation. Polymorphism. Poly means many and morphism means forms. Different classes might define the same methods or property. ഒരേ കാര്യം തന്നെ പല കാര്യത്തിനും യൂസ് ചെയ്യുന്നതാണ് പോളിമോർഫിസം. നമ്മൾ
ഒരു ഫംഗ്ഷൻ ഒരു ക്ലാസ്സിൽ എംപ്ലോയി എന്നുള്ള ക്ലാസ്സിൽ കാൽക്കുലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എംപ്ലോയിയുടെ സാലറി കാൽക്കുലേറ്റ് ചെയ്യാണ്. മെത്തേഡിൻ്റെ പേര് കാൽക്കുലേറ്റ്. പിന്നെ സ്റ്റുഡൻറ്റ് എന്നുള്ള ക്ലാസ്സിലും നമ്മൾ കാൽക്കുലേറ്റ് തന്നെ പേരിലൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. രണ്ടും ഒരേ പേര് തന്നെ, കാൽക്കുലേറ്റ്. പക്ഷേ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ മാർക്കായിരിക്കും, കാൽക്കുലേറ്ററിൽ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് സിസ്റ്റം അതൊക്കെ ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം എംപ്ലോയിയുടെ സ്റ്റേജിൽ ക്ലാസ്സിലാണെങ്കിൽ ഒരു സാലറി മറ്റു ഡീറ്റെയിൽസ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി എംപ്ലോയി എന്ന് പറയുന്ന ഒബ്ജക്റ്റ് ആണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ മെത്തേഡ് കോൾ ചെയ്യണമെങ്കിൽ അവിടെ എംപ്ലോയി സെയിം നമ്മൾ കാൽക്കുലേറ്റ് എംപ്ലോയി 1 എംപ്ലോയിയുടെ കാൽക്കുലേഷൻ സാലറിയുമായിട്ട് ബന്ധപ്പെട്ട കാൽക്കുലേഷനും സ്റ്റുഡൻറ്റ് 1 കാൽക്കുലേറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻറ്റുമായി ബന്ധപ്പെട്ട അയാളുടെ മാർക്കും ഗ്രേഡിംഗ് സിസ്റ്റവും ആ കാൽക്കുലേഷൻ നടക്കും. അപ്പോൾ നമുക്ക് ഒരേ പേരിലുള്ള ഫംഗ്ഷൻ തന്നെ രണ്ട് കാര്യത്തിന് യൂസ് ചെയ്യുന്നത്. മറ്റ് കാര്യങ്ങളാണ് പോളിമോർഫിസം. പോളി മീൻസ് മെനി, മോർഫിസം മീൻസ് ഫോംസ്. ഒരു കാര്യം രണ്ട് കാര്യത്തിനായിട്ട് യൂസ് ചെയ്യുന്നു. Core objects. JavaScript has several objects including in its core examples. There are objects like name, array, and string. JavaScriptലുള്ള ചില ഒബ്ജക്ട്സ് ആണ് മാത്ത്, അറേ, സ്ട്രിങ്. സ്ട്രിങ് ഫംഗ്ഷൻസിൻ്റെ ഒരു ക്ലാസ് എടുത്തിരുന്നു. സ്ട്രിങ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു സ്ട്രിങ് VIRS ന്യൂ സ്ട്രിങ് എന്ന് പറഞ്ഞൊരു സ്ട്രിങ്ങിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. S.length. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടിയാണ്. ആൻഡ് ഇത് സ്ട്രിങ് തന്നെ. ഇവിടെ S എന്നാണ്. S.index ഓഫ് സ്ട്രിങ് എന്ന് പറയുന്നത്. ആൻഡ് എന്ന് പറയുന്ന എവിടെയാണോ ഇൻഡെക്സ് ഓഫ് മെത്തേഡ്. ഇൻഡെക്സ് ഓഫ് ഇസ് എ മെത്തേഡ്. ബ്രാക്കറ്റ് ഇട്ട് ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന പോലെ വിളിക്കുന്ന മെത്തേഡ്. ആൻഡ് എന്നുള്ള വാക്ക് എവിടെയാണോ എടുക്കുന്നത് എത്രാമത്തെ പൊസിഷനിലാണ്, 18th പൊസിഷനിലാണെന്ന് റിട്ടേൺ ചെയ്യും. ഇവിടെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി, ഇൻഡെക്സ് ഓഫ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ്. അതുപോലെ അരേ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, മാത്ത് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. അരയുടെ ക്ലാസ് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലും അരേ ന്യൂ ക്രിയേറ്റ് ചെയ്യാം. അരേ ഒരു ഒബ്ജക്റ്റ് ആണ്, സ്ട്രിങ്. The example below show how to use the math object to get a random number by using its random method. മാത്ത് എന്ന് പറയുന്ന ക്ലാസ്സിൽ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യാം. math.random എന്ന് കൊടുക്കാം മെത്തേഡ്. റാൻഡം നമ്പർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നമ്പർ റാൻഡായിട്ട്, ഓർഡറിലൊന്നുമല്ല, 1000 1025 ഏതെങ്കിലും ഒരു നമ്പർ ജനറേറ്റ് ചെയ്യും. മാത്ത് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. Prototype based programming. Prototype based programming is a style of object oriented programming in which class are not present. This model is also known as classless, prototype oriented or instant based programming. സാധാരണ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജുകൾ ക്ലാസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രോട്ടോടൈപ്പ് ബേസ്ഡ് പ്രോഗ്രാമിങ്ങിൽ ക്ലാസ് എന്ന് പറയണതില്ല. ക്ലാസ് എന്ന് പറഞ്ഞൊരു കീവേഡോ അതൊന്നുമില്ല. ഈ മോഡലിങ്ങിന് തന്നെയാണ് ക്ലാസ്ലെസ് മോഡലിംഗ്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഓറിയൻറ്റഡ്, ഇൻസ്റ്റൻറ്റ് ബേസ്ഡ് എന്നല്ല പറയുന്നത്. ക്ലാസ്. ജാവാസ്ക്രിപ്റ്റ് ഈസ് എ പ്രോട്ടോടൈപ്പ് ബേസ്ഡ് ലാംഗ്വേജ്. പ്രോട്ടോടൈപ്പ് ബേസ്ഡ് ലാംഗ്വേജിൽ ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ബേസ്ഡ് ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിൽ വിച്ച് കണ്ടെയ്ൻസ് നോ ക്ലാസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അതിൽ ക്ലാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. സച്ച് ആസ് ഫൗണ്ട് ഇൻ C++ ഓർ ജാവ C++ എല്ലാം പഠിച്ചവർക്ക് അറിയാം. അതിൽ ക്ലാസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ട്. ക്ലാസ് എന്ന് എഴുതിയിട്ടാണ് അതിനകത്ത് കേളി ബ്രാക്കറ്റിലാണ് നമ്മളിത് ഫങ്ഷൻസ് എല്ലാം എഴുതാം, ഡയറക്റ്റീവ് അല്ല. ജാവാസ്ക്രിപ്റ്റ് ഒരു പ്രോട്ടോടൈപ്പ് ബേസ്ഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് അതിൽ ക്ലാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. ദിസ് ഈസ് സംടൈംസ് കൺഫ്യൂസിംഗ് ഫോർ പ്രോഗ്രാമേഴ്സ് used to language with a class statement. Instead of JavaScript uses function as class. JavaScript ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് ഫംഗ്ഷൻ ആണ് ക്ലാസ് പോലെ യൂസ് ചെയ്യുന്നത്. ഡിഫൈനിങ് എ ക്ലാസ് ഈസ് ഈസി ആസ് ഡിഫൈനിങ് എ ഫംഗ്ഷൻ. ഇൻ ദ എക്സാമ്പിൾ ബിലോ we define a class named person and we create two instances, person1 and person2. ഇത് നമ്മുടെ ഫംഗ്ഷൻ എഴുതിയിട്ട് പേഴ്സൺ കൊടുത്തിട്ട്
കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം, ക്ലോസ് ചെയ്യണം ഫംഗ്ഷനായിട്ട് എഴുതിയിട്ട്. അതിൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയണില്ല. പേഴ്സൺ ഇനീഷ്യലൈസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അങ്ങനെയൊന്നും കൺസ്ട്രക്ടർ ഒന്നും പറയണില്ല. പേഴ്സൺ 1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്, ന്യൂ പേഴ്സൺ, ന്യൂ എന്ന് പറയുന്ന കീവേഡാണ് നമുക്ക് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ളത്. പേഴ്സൺ 1, പേഴ്സൺ 2 രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഇൻസ്റ്റൻസ്, ഒബ്ജക്റ്റ് എന്ന് ഇൻസ്റ്റൻസ് എന്ന് പറയും, ക്രിയേറ്റ് ചെയ്യണ. ഇനി കൺസ്ട്രക്ടർ എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ടർ ഈസ് കോൾഡ് അറ്റ് ദ മൂമെന്റ് ഓഫ് ഇൻസ്റ്റന്റേഷൻ, ദ മൂമെന്റ് വെൻ ദി ഒബ്ജക്ട് ഇൻസ്റ്റന്റ് ഈസ് ക്രിയേറ്റഡ്. ഇവിടെ നമ്മൾ പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ ഫംഗ്ഷനിൽ പേഴ്സൺ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഒന്നും എഴുതിയിട്ടുണ്ടായില്ല. ഇവിടെ നമ്മൾ അലേർട്ട് പേഴ്സൺ ഇൻസ്റ്റന്റേഷൻ എഴുതിയിട്ടുള്ളത്. പേഴ്സൺ എന്ന് പറഞ്ഞ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് സ്ക്രീനിൽ വരും. ഇത് ഓട്ടോമാറ്റിക്, നമ്മളിത് കോൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പേഴ്സൺ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ്സ് ആണെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ്സ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് ഇട്ടിട്ട് ആ മെത്തേഡ് കോൾ ചെയ്യണം. ഇവിടെ അങ്ങനെ കോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. ഇവിടെ നമ്മൾ ന്യൂ പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു പേഴ്സൺ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ആലിസ് എന്നുള്ള വേർഡ് കൊടുക്കേണ്ടത്, അതായത് ഈ പേഴ്സൻ്റെ നെയിമായിട്ട് ആലിസ് എന്ന് പറയണം. ഇവിടെ ന്യൂ പേഴ്സൺ, ഈ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ ഇതേ തന്നെ ഫംഗ്ഷൻ നമ്മളിവിടെ ഫംഗ്ഷൻ പേഴ്സൺ ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഈ ആലിസ് എന്നുള്ളത് ഫസ്റ്റ് നെയിമിലേക്ക് പോയിട്ട് ആ ഫംഗ്ഷൻ ഏത് ഒബ്ജക്റ്റ് ആണോ അത് പേഴ്സൺ 1 ആണ് ഈ ഇത് ക്രിയേറ്റ് ചെയ്തെങ്കിൽ പേഴ്സൺ 1ൻ്റെ ഫസ്റ്റ് നെയിമായിട്ട് ആലിസ് എന്നുള്ള വീടും, ഇവിടെ പേഴ്സൺ 2 ആണെങ്കിൽ പേഴ്സൺ 2ൻ്റെ ഫസ്റ്റ് നെയിമായിട്ട് ബോബ് എന്നുള്ള വീട് ഈ ഫംഗ്ഷൻ വഴി പാസ് ചെയ്യും. ഇതൊരു കൺസ്ട്രക്ടറാണ്. കൺസ്ട്രക്ടർ അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് പാസ് ചെയ്യുന്നു. ആ വാല്യൂസ് അതിൻ്റെ ഫസ്റ്റ് നെയിം എന്നുള്ളതിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വാല്യൂസ് ഒന്നും പറയുന്നില്ല, ജസ്റ്റ് ഒരു മെസ്സേജ് ആ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടി. അതാണ് കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് തന്നെ ക്ലാസ്സിനകത്തല്ല, പക്ഷേ അത് നമ്മൾ പ്രത്യേകം കോൾ ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെ. ഒരു ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഇൻഡെക്സ് ഓഫ് എന്നുള്ള മെത്തേഡ് വേണമെങ്കിൽ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം s1 ഡോട്ട് ഇൻഡെക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുമ്പോൾ എല്ലാ ഫംഗ്ഷൻ വർക്ക് ചെയ്യുമല്ലോ. പക്ഷേ അത് കൺസ്ട്രക്ടർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കോൾ ചെയ്യാതെ തന്നെ അത് വർക്ക് ചെയ്യും. A constructor is a method of a class. In JavaScript, the function serves as a constructor of the object. Therefore, there is no need to explicitly define a constructor method. Every action declared in class gets executed at the time of instantiation. In this example, constructor of the class person display an alert when the person is initiated. ഇവിടെ ഒരു പേഴ്സൺ ഇൻസ്റ്റന്റേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അലേർട്ട് ഫംഗ്ഷൻ വരും ഈ ഫംഗ്ഷൻ. ഇത്രയും പറഞ്ഞ് നമുക്ക് എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് മനസ്സിലായി. ഒരു ഒബ്ജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ ഗുഡ്സ് കൺസെപ്റ്റ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ്, അതിൽ ഉപയോഗിക്കുന്ന ചില വേർഡ്സ്, ടേംസ്, അതെല്ലാം എക്സ്പ്ലെയിൻ ദ ടെർമിനോളജീസ് റിലേറ്റഡ് ടു ഒബ്ജക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക്സ്.